ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയെ വഴക്കും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാ വിക്രം. അപ്പോൾ ചായ കപ്പൊക്കെ പിടിച്ച് നന്ദിനി ഇങ്ങനെ നിൽക്കുക. ആദ്യം നീ പോയി വായും മുഖമൊക്കെ കഴുകിയിട്ട് വാ, എന്നിട്ട് ഈ കാപ്പി കുടിക്കുക എന്നും പറഞ്ഞ്. അല്ല, പതിവില്ലാതെ നന്ദിനെടുത്ത് എന്താ കാപ്പിയും കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പം ഇനി ഈ വീട്ടിൽ നിന്ന് വിശ്വസിച്ച് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമെന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനാണെന്ന് പറയുവാണ് ഈ നന്ദിനി. അപ്പോൾ അതും കേട്ടുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് വരുന്നേ. അതെന്താ നന്ദിനി അങ്ങനെ ഒരു പറച്ചിൽ എന്നും ചോദിച്ച്. അപ്പോൾ ശ്രീജ നീ ഇത് കൊണ്ട് വെച്ചതെന്നും പറഞ്ഞുകൊണ്ട് 2 വാഴച്ചുണ്ടും കൊടുത്തു. ഉച്ചയ്ക്ക് തോരൻ വെക്കാമെന്നും പറഞ്ഞു. അപ്പോൾ വിഷം തൊടാത്ത വാഴക്കൊമ്പ വേറെ ഒന്നും കലർത്തിയേക്കല്ലേ ശ്രീചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തി ആ കാപ്പിയും കന്നിയെന്ന് പറഞ്ഞു വിക്രം. അതൊന്നും പറ്റത്തില്ല, നീ ആ വായുമുഖവും കഴുകി ഒന്ന് കുലുക്ക് കുഴിഞ്ഞ് ഉറക്കച്ചടവും കളഞ്ഞു വന്നേ, രുചി വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ നന്ദിനിയുടെ വക ഡയലോഗ്. അപ്പം നീ എന്തൊക്കെയാണ് നന്ദിനി പറയുന്നതെന്ന് ചോദിച്ചു. അമ്മ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ അമ്മേ, മേളം ഒന്ന് കൊട്ടി കയറിക്കോട്ടെ എന്നിട്ടാവാം വെടിക്കെട്ട് എന്നും പറഞ്ഞ് ചേച്ചി ഭയങ്കര ഡയലോഗ്. അപ്പോഴത്തേക്കും വിക്രം മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. അപ്പോൾ അതാ ഇത് കുടിക്കുക, ഇനി ടേസ്റ്റ് വ്യത്യാസം വല്ലതും ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. രുചി വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു കമല. അപ്പോൾ അമ്മ അറിയാതെ ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് കരുതിയിട്ടാ. നീ പറ വിക്രം, നിനക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ അതാണ് അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പഴവും പഞ്ചസാരയും നെയ്യും ചേർത്ത് ഉണ്ടാക്കിയതല്ലേ, അതിലൊരിത്തിരി ഗുളിക കൂടി ചേർത്താലേ അതിൻ്റെ ചവർപ്പൊക്കെ ആരറിയാനാ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഡയലോഗ് ഇറക്കുമ്പോൾ വിക്രം ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കും. ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് പിള്ളേരെ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ നന്ദിനെടുത്ത് പിച്ചുമ്പയും പറയുന്ന അമ്മയെന്ന് വേദ പറഞ്ഞു എന്ന് പറഞ്ഞ് വിക്രം അന്നേരം ഇങ്ങനെ നോക്കുക. പിച്ചുമ്പയും പറഞ്ഞാൽ തടി സ്വഭാവത്തിലുണ്ട് നിൽക്കുകയാണോ ചോദിക്കുമ്പോൾ ആർക്കറിയാം. എൻ്റെ അമ്മേ, ശ്രീജയടത്തിയുടെ പുതിയ സംരംഭത്തിൻ്റെ പുതിയ സന്തോഷത്തിനായി ഞങ്ങൾ ഒരിത്തിരി പായസം ഉണ്ടാക്കി, അത് വിക്രമന് കൊടുത്തു. അതിൻ്റെ പേരില്ല നന്ദിനേടത്തി ഇങ്ങനെ ചന്ദ്രഹാസം ഇളക്കുന്നത് എന്ന് വേദ പറയുമ്പം എങ്കിൽ ആ പായസം എന്താ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാതിരുന്നു എന്ന് ചോദിച്ചു. അതിന് അച്ഛനും അമ്മയും ഇന്നലെ അമ്പലത്തിലെ അത്താഴ് ശിവേലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നതെന്ന് വേദ ചോദിച്ചു. അതുകൊണ്ട് ഇപ്പം എന്താ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരിത്തിരി പായസം കൊടുത്താൽ അവർക്ക് വയറ്റിന് പിടിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താ ശ്രീജ ശരിക്കും ഉണ്ടായതെന്ന് അമ്മ ശ്രീജയോട് ചോദിക്കുമ്പോൾ ശ്രീജ പേടിച്ച് വരച്ച് നിൽക്കുക. ശ്രീജയടത്തി പറയത്തില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ, ഗുളികയുടെ കാര്യമൊക്കെ എന്താ ഏട്ടത്തി പറഞ്ഞ കാര്യം പറയാൻ പറഞ്ഞു വിക്രം. അപ്പം അത് നീ നിന്റെ ഭാര്യയോട് തന്നെ നേരിട്ട് ചോദിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക നന്ദിനിയെ. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഇന്നലെ രാത്രി ഓർക്കത്തിൽ എന്താ സ്വപ്നം കണ്ടെന്നാ തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ കാര്യം ഈ വേദം ഇങ്ങനെ പറയുമ്പോൾ എടീ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി. അപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ അമ്മ ഇവളും ഈ ശ്രീചേട്ടത്തി കൂടെ പായസം ഉണ്ടാക്കിയെന്നുള്ളത് ശരി തന്നെയാണ്. അതിന് മുൻപ് എനിക്ക് വിഷം കലക്കി തരാനുള്ള പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കിയിരുന്നു. ഞാനുണ്ടോ പേടിക്കുന്നു? വിക്രമനുള്ള പായസം കണ്ടപ്പോൾ എന്താ ഒരാൾക്ക് മാത്രം പായസം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്ക് ഈ മൂദേവി എന്നോട് പറയുക അവൾക്ക് വായ്ക്കൂണാണെന്ന്. അമ്മേ, അത് കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ പേരിൽ എനിക്കിട്ടൊരു തട്ടിയതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പം അയ്യോ ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് വേദ പറഞ്ഞു. നീ അതല്ല അതിനപ്പുറം ഉദ്ദേശിക്കും. സ്വന്തം ഭർത്താവിനെ മയക്കുഗുളിക കൊടുത്ത് ഇന്നലെ രാത്രി മയക്കി കിടത്തിയവളല്ലേടി നീ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഈ നന്ദിനെ ഒച്ച വെക്കുമ്പം മയക്കുഗുളിക കൊടുക്കുക എന്തീ പറയണേന്ന് കമല ചോദിക്കാം. അതെ അമ്മേ, അതാണ് പായസം എനിക്ക് തരാനായിട്ട് ഇവരും മടിച്ചത്. ഞാൻ നിർബന്ധം പിടിച്ച് അതിൻ്റെ പകുതി വാങ്ങിച്ച് കുടിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ വേദോളം സത്യം പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും ഈ നന്ദിനി. കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പം ആ പായസം കുടിച്ചാൽ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി, കുംഭകർണനെ പോലെ കിടന്ന് ഉറങ്ങിപ്പോയെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ശരിയാണോടി ഞാൻ ഈ കേട്ടത് എന്ന് വിക്രം വേദയോട് ചോദിക്കുക. അപ്പോൾ അതെ, നിങ്ങൾക്കുള്ള പായസത്തിൽ ഇന്നലെ ഞാൻ ഓർക്ക് ഗുളിക കലർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അടിക്കാനായിട്ട് കൈ ഓങ്ങിയപ്പോഴത്തേക്കും വേദ എന്നെ തൊട്ടു പോകരുതെന്ന് വിക്രത്തോട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ വേദ ഉള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ നീ എൻ്റേതായ ഒരു കാര്യത്തിലും ഇടപെടേണ്ട കാര്യമില്ല എന്ന് വിക്രം പറയുമ്പം ഞാൻ ഇടപെടും എന്ന് വേദ തിരിച്ചും പറഞ്ഞു. ശ്രീകാര്യം ശ്രീനിവാസനും വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങൾ ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വേദ തറപ്പിച്ച് എന്നെ വിക്രത്തോട് പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കും അന്തം വിട്ട്. എന്നാ സംഭവം എന്ന് അമ്മയ്ക്കും മനസ്സിലായില്ല. അമ്മേ ദേ നോക്ക്, ശ്രീകാര്യം ശ്രീനിവാസൻ നടത്തിയിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കും അഴിമതികൾക്കും എതിരെ ശ്രീധരൻ തേറാട്ടിൽ എന്നൊരു സാമൂഹ്യ പ്രവർത്തകൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയെന്നും അതുപോലെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇയാളുടെ തലയിൽ വരുമെന്നും അതിനിടയിൽ അയാളെ തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേദ പറയുക. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വിക്രം ഇറങ്ങി പുറപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റാണ് നമുക്ക് പറയാമോ എന്ന് വേദ ചോദിക്കുക അമ്മയോടെ. അത് കേട്ടപ്പോൾ അമ്മ ഞെട്ടി. അമ്മ നേരെ ചെന്ന് നിന്ന് വിക്രത്തിൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ അടിയങ്ങ് വെച്ച് കൊടുത്തിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, നിന്റെ അച്ഛൻ അതിൽ കൂടുതൽ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെന്നൊക്കെ കമല ഇങ്ങനെ വിക്രത്തോട് പറയുക. അതൊന്നും നീ ഇതുവരെ കണ്ടിട്ടുമില്ല, അംഗീകരിച്ചിട്ടുമില്ല. നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? നിന്റെ ജീവിതത്തിലേക്ക് ഒരു മഹാലക്ഷ്മിയെ പോലെ കടന്നു വന്നവളാ ഈ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ജീവിതം പോലും നീ തകർക്കാൻ നോക്കുന്നത് ഞാൻ സഹിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞത് കേട്ട് നന്ദിനി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ
ഇനി നീ എന്തെങ്കിലും ഇതുപോലെ ചെയ്തു വെച്ചാ നിന്റെ മുന്നിൽ ജീവനോടെ നിന്ന് ഞാൻ കത്തുമെന്നും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയി. വിക്രം കണ്ണും വീഴ്ചിങ്ങനെ നോക്കി നിൽക്കുക. മുറിയിൽ വിഷമിച്ചിരിക്കുന്ന അമ്മയ്ക്കരികിലേക്ക് വേദ ചെന്നു. അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും വേദ കെട്ടിപ്പിടിച്ച അമ്മ ഒരൊറ്റ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇന്നലെ അയാളെ തട്ടിക്കൊണ്ട് പോകാത്ത കാര്യമൊക്കെ ഈ കൂടെയുള്ള ആൾ വന്ന് ശ്രീനിവാസനോട് പറയും കേട്ടോ. അപ്പോൾ വിക്രം ഇത് ചെയ്യാത്തത് വേദ പറഞ്ഞിട്ടാണെന്നും വേദയോട് വിവരങ്ങളെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് ഈ സുധ. അപ്പോൾ ഇല്ല, അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ശ്രീനിവാസൻ. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് സുധ ചോദിക്കാം. അപ്പോൾ ഞാനൊന്ന് വിളിക്കുമെന്ന് വിചാരിച്ചു, പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതേതായാലും നന്നായി എന്ന് ഇയാൾ പറയും കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ അയാൾ എന്തൊക്കെയോ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുക. സുധയും ശ്രീനിവാസനും കൂടി. അല്ല, അയാൾ വന്നു പോയതിന് ശേഷമല്ലേ വേദയും വന്ന് ഇവിടെ വന്നത്? അപ്പോൾ അതുകൊണ്ടിപ്പോൾ എന്താ കാര്യമെന്ന് ശ്രീനിവാസൻ ചോദിക്കുക സുധയോട്. അയാളും അവളും വന്നത് ഏതാണ്ട് ഒരേ കാര്യത്തിന് വേണ്ടി തന്നെയല്ലേ എന്ന് ചോദിച്ചു. സുധ ഇങ്ങനെ എരിവ് കയറ്റി കൊടുക്കുക. നിങ്ങൾക്കെതിരെ സംസാരിക്കുകയായിരുന്നില്ലേ രണ്ടുപേരും ചെയ്തത്? ആ അതെ, ഒരർത്ഥത്തിൽ രണ്ടുപേരും ഭീഷണിപ്പെടുത്താൻ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നത്, അതെനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് വേദയും ശ്രീധരേട്ടനും ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് വല്ലതും പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇന്നലെ വേദ ആവശ്യപ്പെട്ടതുകൊണ്ട് വിക്രം പുറത്തിറങ്ങാതിരുന്നതാണെങ്കിലോ എന്ന് ചോദിക്കുക. അപ്പോൾ വിക്രം അറിഞ്ഞിട്ട് തന്നെയാണ് വേദ അങ്ങനെ പറഞ്ഞതെങ്കിലോ എന്നും ചോദിച്ചു. അപ്പോൾ അത് കേൾക്കാൻ വിക്രം തയ്യാറാവുമോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുക. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യരുതെന്ന് ശ്രീനിയേട്ടനോടത് കണിശമായി പറഞ്ഞാൽ ശ്രീനിയേട്ടൻ പിന്നീട് അത് ചെയ്യുമെന്ന് സുധ ചോദിക്കുക. ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയുന്ന പുരുഷനും സ്ത്രീക്കുമിടയിൽ എന്തൊക്കെ ഉടമ്പടികളാണ് ഉണ്ടാകുന്നതെന്ന് പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതിന് അവർക്കിടയിൽ അങ്ങനെ ഒരു ജീവിതമില്ലെന്നല്ലേ വിക്രം തന്നെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ വിക്രത്തെയും അതുപോലെ വേദയെയും തമ്മിലുള്ള കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും അടുത്തയാൾ, അതായത് ഈ ഫോൺ വിളി കഴിഞ്ഞിട്ട് അയാളെയും കയറി വന്നു. അപ്പോൾ കുറേ കേസുകളിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പുതിയ പരാതി ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ആ സമയം വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താടോ വേദ പറഞ്ഞിട്ടാണോ താൻ ഇന്നലെ അതിനൊന്നും ഇറങ്ങി പുറപ്പെടാതിരുന്നതെന്ന് ചോദിക്കുമ്പം സാർ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേട്ടതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? അല്ല, ഞാനറിയാതെ അവൾ പായസത്തിൽ ഓർക്ക ഗുളിക ചേർത്ത് എനിക്ക് തന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വിക്രത്തെ കളിയാക്കി ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഓപ്പറേഷൻ നടത്തിയാലോ സാർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇനി തൽക്കാലം പരിപാടിക്ക് നിൽക്കേണ്ടെന്ന് പറയാം ശ്രീനിവാസൻ. ശ്രീധരേട്ടൻ SP ഓഫീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നും പിന്നെ പഴയ ചില കേസുകളുടെ പിന്നിൽ ഞാനാണെന്ന് സംശയിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇനി നമ്മളത് ചെയ്താൽ നമ്മളത് പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രവും ശ്രീനിവാസനും കൂടെ പുതിയ അടവുകൾ പയറ്റാനുള്ള പരിശ്രമം തുടങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും അതുപോലെ ശ്രീജയും കൂടെ സംസാരിക്കുക. അപ്പോൾ വേദ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ വിശ്വേട്ടന് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ സംസാരിക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ ഇവരുടെ ആ ഒരു പുതിയ ബിസിനസ്സിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു യാത്ര പോകണം, 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയായിരിക്കും അതെന്നൊക്കെ ശ്രീജ ഇങ്ങനെ പറയുമ്പോൾ 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയോ? അതെന്ത് യാത്രയാ? അല്ല, എന്തെങ്കിലും പറഞ്ഞ് വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതൊന്നും അല്ല. അപ്പോൾ വിശ്വേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ആശയം തോന്നുന്നു. നിങ്ങൾക്ക് 2 പേർക്കുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ട് വന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നല്ലൊരു ആശയമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വിക്രമിന് നല്ലൊരു ചേഞ്ച് ആവുമല്ലോ അതെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞത് ശരിയാ, വേദയൊന്നും പറഞ്ഞില്ലായിരുന്നോ? പരസ്പരം ബഹളം വയ്ക്കുന്നതും വഴക്ക് കൂടുന്നതുമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ആ ഒരു പ്രകടനങ്ങളാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് ശ്രീചേട്ടത്തിക്ക് തോന്നണുണ്ടോ എന്ന് വേദ അന്നേരം ചോദിച്ചു. അല്ലെന്ന് എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്കും അത് തോന്നണ്ടേ? അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം അത് പുറത്ത് വരണ്ടേ എന്നൊക്കെ ശ്രീജ ചോദിക്കുക. അതിന് വേണ്ടത് നിങ്ങൾ മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ശ്രീജടത്തേക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? ആദ്യമായിട്ടാണല്ലോ ഞാനിതൊക്കെ കേൾക്കണത് എന്നിങ്ങനെ വേദ പറയുമ്പോൾ ശരിയാ, സാധാരണ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നതായി എനിക്ക് ശീലം. അതുകൊണ്ട് തന്നെ സ്വന്തമായി അഭിപ്രായം ഒരു കാര്യത്തിലും ഇല്ലാത്തവളെന്നുള്ളൊരു തോന്നലേ എന്നെക്കുറിച്ചുണ്ട് എന്നെനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ എന്ന് പറഞ്ഞു. വേദ എങ്ങനെ ഉദ്ദേശിച്ചാലും എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം എനിക്ക് വേദയെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ശ്രീജ വേദയോട് പറയാം. എൻ്റെ അനിയന് കിട്ടിയ ഭാഗ്യം തന്നെയാണ് നീ. ആ ഭാഗ്യം എന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ ആദ്യം അതിനൊരു മനസ്സ് വേണ്ടേ ശ്രീജടത്തി എന്ന് വേദ ചോദിക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം വിക്രമനെ ശരിയാക്കി എടുക്കണമെന്ന് വേദ പറഞ്ഞു. അതിന് കുറച്ച് കാലം വിക്രമിന് ഒരു പ്രശ്നത്തിലും ഇടപെടിക്കാതിരുത്താൻ നമുക്ക് പറ്റണമെന്ന് വേദ പറഞ്ഞു. പിന്നെ അതിന് പറ്റിയൊരു മാർഗം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വേദ ഈ ശ്രീജയോട് പറയാം. ശ്രീജടത്തി നോക്കിക്കോ, ഏട്ടത്തിയുടെ അനിയനെ ഞാൻ മേരിക്ക് എടുക്കും, നോക്കിക്കോളാൻ പറഞ്ഞു. വേദ അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
മാഷ് പുറത്ത് പോയിട്ട് കയറി വരുന്നു. കമല എവിടെ കിടക്കുന്നു. കമല മാഷിനെ കണ്ടപ്പോഴത്തേക്ക് ഒരു ഒറ്റ കരച്ചിൽ. എന്തു പറ്റി, എന്താണോ താൻ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മാഷ് പറയുമ്പോഴൊക്കെ ഞാൻ വിക്രത്തിന് സൈഡ് പിടിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായില്ല. മാഷ് ഒരുപാട് തവണ എന്നോട് പറഞ്ഞത് അവനെ പറ്റി, പക്ഷെ അന്നൊന്നും ഞാൻ കേട്ടില്ല. ആ കുട്ടി കാരണം നമ്മുടെ മകൻ നന്നായാലോ എന്നുള്ളൊരു സ്വാർത്ഥതയായിരുന്നു എനിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാട്ടോ. അപ്പോൾ എന്നാൽ അത് തെറ്റായിപ്പോയി മാഷേന്ന് പറഞ്ഞ കമല ഒരു ഒറ്റ കരച്ചിൽ. അതിനിപ്പോൾ ഇവിടെ എന്താ പ്രത്യേകിച്ച് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നടന്ന കാര്യങ്ങളൊക്കെ കമല പറഞ്ഞു. നീ എന്തിനാ കമല ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു മാഷ് സമാധാനിപ്പിക്കുക കമലയെ. അപ്പോൾ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയ നിമിഷങ്ങളുണ്ട് കമല എന്ന് പറയുക. പക്ഷേ അത് പക്ഷേ അവളുടെ ജീവിതം വെച്ചുള്ളൊരു കളിയാണെന്ന് ഓർക്കാതെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ മാഷും. പക്ഷെ അത് വേണ്ട, ആ കുട്ടിയുടെ ജീവിതം നമ്മളായിട്ട് തകരാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് മാഷും കമലയും കൂടി ഇങ്ങനെ അവിടെ ഇരുന്ന് വേദയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.